കാണാനില്ലെന്ന് പറഞ്ഞ ആളെ കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇഷ്ടമുള്ളതിന് മാത്രം മറുപടി പറഞ്ഞാണ് ശീലം. നീ ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചിട്ടില്ല. ഏതായി ചപ്രത്തലേ എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. തൃശ്ശൂർ വേണം, എനിക്ക് തൃശ്ശൂർ വേണം. എന്താ ഇങ്ങനെ? എന്റെ വഴി എന്റെ അവകാശമാണ്. എന്താ ഇങ്ങനെ? എന്റെ വഴി എന്റെ അവകാശമാണ്. റോഡിലൂടെ സൈക്കിൾ ഓടിക്കുന്നേ. പോലീസ് അവിടെ പുല്ലും ചെയ്യില്ല. എന്റെ ഐഡിയ അറിയാം. ഇവർ ചെയ്ത ഐഡിയ ഇത് കണ്ടില്ലേ? ഈ നോട്ടിന്റെ ഭാഗത്ത് കണ്ടില്ലേ ഒരു വെള്ള ഒഴിവ്? ഈ ഒഴിവ് എന്തിനാ ഇട്ടെന്ന് അറിയോ? ഞാൻ ഏതെങ്കിലും കാലത്തിന്റെ ഫോട്ടോ കൊടുക്കുകയാണ് ഇവിടെ വെച്ചാൽ മിസ്റ്റർ ദശമൂലം, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കണം. സൗകര്യമില്ല പറയാൻ. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങളോട് പറയാൻ സൗകര്യമില്ല. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കർഷണം കിട്ടിയമാര് ഒരുമിച്ചല്ലേ കടിച്ചു പറിക്കണത്. മാധ്യമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. ബി കെയർഫുൾ. സൗകര്യമില്ല പറയാൻ. ആളാവാൻ വരരുത്. എന്റെ അടുത്ത് കടം മേടിച്ച കാശിന് ഗോപിക്കുട്ടനോട് ഞാൻ തിരിച്ചു വയ്ക്കണം. ആളാവാൻ വരരുത്. ആളാവാൻ വരുന്നില്ല, ആളായവർ പറഞ്ഞാൽ മതി. അതും മാധ്യമപ്രവർത്തകരോട് വേണ്ട. അങ്ങയെ ആളാക്കിയ അങ്ങ് തന്നെ പ്രജകളെന്ന് വിശേഷിപ്പിക്കുന്ന വോട്ടർമാരോട് മതി. പടച്ചവനെ തീവണ്ടിക്കാണല്ലോ തല വെച്ചത്. ഇനി രക്ഷയില്ല. തിന്ന ബിരിയാണി പോലും ദഹിച്ചു പോയി. എന്തായിരുന്നു എന്തൊക്കെയായിരുന്നു അവന്റെ അഹങ്കാരം. അതന്നെ അവന്റെ ഫിനിഷ്. ഒന്നും പറയാനില്ലേ? വലിയ ആരോപണം. എന്തൊരു പോക്കാണ് ബായ്, ഒരു യാത്ര പോലും പറയാതെ, യാതൊന്നും മിണ്ടാതെ, ചോദ്യങ്ങളോട് യാതൊന്നും പ്രതികരിക്കാതെ സുരേഷ് ഗോപി പാർലമെന്റിലേക്ക് പോയിരിക്കുകയാണ്. ഇവിടെയും മിണ്ടാട്ടമാണ്. രാഹുൽ ഗാന്ധിയുടെ ആറ്റം ബോംബ് ഇപ്പോഴാണ് കേരളത്തിൽ പൊട്ടിവരുന്നത്. വലിയ തിരിമറികളുടെയും അട്ടിമറികളുടെയും വിവരങ്ങൾ പുറത്തുവരുന്നു. നിങ്ങൾ എനിക്ക് ഈ തൃശ്ശൂർ തരണം. ഈ തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക. ഏറ്റവും ഒടുവിൽ തൃശൂരിലെ MP സുരേഷ് ഗോപിയുടെ സഹോദരന്റെ ഇരട്ട വോട്ട് വിവരങ്ങളാണ് പുറത്തുവന്നത്. ഇതിലും ഭേദം എന്നെ വല്ല ട്രെയിനിന്റെ അടിയിലും കൊണ്ടുവച്ചാ പോരെ അമ്മച്ചി. നിങ്ങൾക്കെല്ലാവർക്കും അടുത്തെങ്കിൽ ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് കൊണ്ടുപോയി ചാരി വെച്ച ഈ നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കല്ല. നായിന്റെ പട്ടി മോനെ.